ഹബക്കുക്കിന്റെ പുസ്തകത്തിൽ നിന്നുള്ള വായന 3-ാം അധ്യായം 1 മുതൽ 19 വരെയുള്ള തിരുവചനങ്ങൾ. പ്രവാചകന്റെ പ്രാർത്ഥന. ഹബക്കുക്ക് പ്രവാചകൻ വിലാപരാഗത്തിൽ രചിച്ച പ്രാർത്ഥനാ ഗീതം. കർത്താവേ, അങ്ങയെപ്പറ്റിയും അങ്ങയുടെ പ്രവൃത്തിയെപ്പറ്റിയും കേട്ട് ഞാൻ ഭയന്നു. ഞങ്ങളുടെ നാളുകളിൽ അങ്ങയുടെ പ്രവൃത്തി ആവർത്തിക്കണമേ. ഞങ്ങളുടെ നാളുകളിൽ അത് വെളിപ്പെടുത്തണമേ. ക്രുദ്ധനാകുമ്പോൾ അങ്ങയുടെ കരുണയെ അനുസ്മരിക്കണമേ. ദൈവം തേമാനിൽ നിന്ന് പരിശുദ്ധൻ പാരാൻ പർവ്വതത്തിൽ നിന്ന് വന്നു. അവിടുത്തെ മഹത്വം ആകാശങ്ങളെ മൂടി. അവിടുത്തെ സ്തുതികളാൽ ഭൂമി നിറഞ്ഞു. അവിടുത്തെ ശോഭ പ്രകാശം പോലെ പരക്കുന്നു. അവിടുത്തെ കരങ്ങളിൽ നിന്ന് രശ്മികൾ വീശുന്നു. അവിടെ തന്റെ ശക്തി മറച്ചു വെച്ചിരിക്കുന്നു. പകർച്ചവ്യാധി അവിടുത്തെ മുൻപേ നീങ്ങുന്നു. മഹാമാരി അവിടുത്തെ തൊട്ടു പിന്നിലുമുണ്ട്. അവിടുന്ന് എഴുന്നേറ്റ് ഭൂമിയെ അളന്നു. അവിടുന്ന് ജനതകളെ നോക്കി വിറപ്പിക്കുന്നു. അപ്പോൾ നിത്യപർവ്വതങ്ങൾ ചിതറിപ്പോയി, ശാശ്വതഗിരികൾ മുങ്ങിപ്പോയി. അവിടുത്തെ മാർഗങ്ങൾ പണ്ടത്തേതുപോലെ തന്നെ. കുഷാന്റെ കൂടാരങ്ങൾ ദുരിതത്തിലാഴ്ത്തുന്നത് ഞാൻ കണ്ടു. മിദിയാൻ ദേശത്തിന്റെ തിരശീലുകൾ വിറയ്ക്കുന്നു. കർത്താവെ, നദികൾക്കെതിരെയാണോ അവിടുത്തെ ക്രോധം? അങ്ങ് കുതിരപ്പുറത്തും വിജയരഥങ്ങളിലും സവാരി ചെയ്തപ്പോൾ അങ്ങയുടെ കോപം നദികൾക്കെതിരെയും അങ്ങയുടെ രോഷം സമുദ്രത്തിനു നേരെയും ആയിരുന്നുവോ? അങ്ങ് വില്ല് പുറത്തെടുത്ത് ഞാണിൽ അമ്പു തൊടുത്തു. നദികളാൽ അങ്ങ് ഭൂമിയെ പിളർക്കുന്നു. പർവ്വതങ്ങൾ അങ്ങയെ കണ്ടു വിറച്ചു. മഹാപ്രവാഹങ്ങൾ എല്ലാം ഒഴുക്കിക്കളഞ്ഞു. ആഴി ഗർജിച്ചു. ഉയരത്തിലേക്ക് അതിന്റെ കൈകൾ ഉയർത്തി. അങ്ങയുടെ ചീറിപ്പായുന്ന അസ്ത്രങ്ങളുടെ പ്രകാശത്തിലും അങ്ങയുടെ തിളങ്ങുന്ന കുന്തത്തിന്റെ മിന്നലിലും സൂര്യനും ചന്ദ്രനും തങ്ങളുടെ സ്ഥാനത്ത് നിശ്ചലമായി. അങ്ങ് ക്രോധത്തോടെ ഭൂമിയെ ചവിട്ടി. കോപത്തോടെ ജനതകളെ മെതിച്ചു. അങ്ങയുടെ ജനത്തിന്റെ അങ്ങയുടെ അഭിഷിക്തന്റെ രക്ഷയ്ക്ക് വേണ്ടി അങ്ങ് മുന്നേറി. അങ്ങ് ദുഷ്ടന്റെ ഭവനം തകർത്തു. അതിന്റെ അടിത്തറ വരെ അനാവൃതമാക്കി. അഗതിയെ ഒളിവിൽ വിഴുങ്ങാമെന്ന വ്യാമോഹത്തോടെ എന്നെ ചിതറിക്കാൻ ചുഴലിക്കാറ്റുപോലെ വന്ന അവന്റെ യോദ്ധാക്കളുടെ തല അങ്ങ് കുന്തം കൊണ്ട് പിളർന്നു. സമുദ്രത്തെ, അതിന്റെ ഇളകി മറിയുന്ന തിരമാലകളെ ആശ്വാരൂഢനായി അങ്ങ് ചവിട്ടി മെതിച്ചു. ഞാൻ കേട്ടു, എന്റെ ശരീരം വിറയ്ക്കുന്നു. മുഴക്കം കേട്ട് എന്റെ അധരങ്ങൾ ഭയന്ന് വിറയ്ക്കുന്നു. എന്റെ അസ്ഥികൾ ഉരുകി, എന്റെ കാലുകൾ പതറി. ഞങ്ങളെ ആക്രമിക്കാൻ വരുന്ന ജനതകളുടെ കഷ്ടകാലം ഞാൻ നിശബ്ദനായി കാത്തിരിക്കും. അത്തിവൃക്ഷം പൂക്കുന്നില്ലെങ്കിലും, മുന്തിരിയിൽ ഫലങ്ങളില്ലെങ്കിലും, ഒലിവ് മരത്തിൽ കായ്കൾ ഇല്ലാതായാലും, വയലുകളിൽ ധാന്യം വിളയിക്കുന്നില്ലെങ്കിലും, ആട്ടിൻകൂട്ടം ആലയിൽ ആറ്റുപോയാലും, കന്നുകാലികൾ തൊഴുത്തിൽ ഇല്ലാതായാലും, ഞാൻ കർത്താവിൽ ആനന്ദിക്കും. എന്റെ രക്ഷകനായ ദൈവത്തിൽ ഞാൻ സന്തോഷിക്കും. കർത്താവായ ദൈവമാണ് എന്റെ ബലം. കലമാന്റെ പാദങ്ങൾക്കെന്ന പോലെ അവിടുന്ന് എന്റെ പാദങ്ങൾക്ക് വേഗത നൽകി. ഉന്നതങ്ങളിൽ അവിടുന്ന് എന്നെ നടത്തുന്നു. ഗായക സംഘ നേതാവിന് താന്ത്രി നാദത്തോടെ.